വാസ്തു ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഉണ്ട്. വാസ്തു മാത്രം ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഒരിക്കലും കിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല. വാസ്തു മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരിടത്ത് നമ്മൾ നല്ലൊരു വാസ്തു സ്പേസിലാണ് ഇരിക്കുന്നത്, പൈസ വന്നോളും എന്ന് വിചാരിച്ച പൈസ വരില്ല. പൈസ വരണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം. അപ്പൊ പിന്നെ വാസ്തു നോക്കേണ്ട ആവശ്യമുണ്ട്. പണിയെടുത്താൽ പോരെ? അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ചോദിച്ച് പണിയെടുത്താൽ മാത്രം പോലെ വാസ്തു നോക്കണ്ടേ? ഈ പണിയെടുക്കാനുള്ള തോന്നലാണ് പ്രശ്നം. പണിയെടുക്കാൻ തോന്നണം, അല്ലേ? പണിയെടുക്കാനുള്ള തോന്നൽ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലേസിനെസ് ഉണ്ടാവാതെ നമ്മൾ എനർജറ്റിക് ആയി മാറുന്നത് എപ്പോഴാണ്? നല്ലൊരു സ്പേസിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ്. ആ സ്പേസിനെയാണ് വാസ്തു കൊണ്ടുവരുന്നത്. അത് ആദ്യം മനസ്സിലാക്കും. അതൊരു സത്യമാണ്. ചില സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു തോന്നലാണ് വരുന്നത്. നമ്മളിൽ തന്നെ ചേഞ്ച് വരുത്തി. ഈ വാസ്തു ഒരു മാജിക് ഒന്നുമല്ല. നിങ്ങൾ വാസ്തുപ്രകാരം നല്ല വീട് വെച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് നാളെ സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഒരുപാട് പേര് നമ്മൾ ഈ വാസ്തു കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ നമ്മൾ വാസ്തു എന്ന് മാറ്റം വരും? നീ ഇത്തരം മാറ്റങ്ങൾ ചെയ്തു, നീ എന്നായിരിക്കും ഈ മാറ്റം വരുന്നത് ചോദിക്കും. അതിന് ആ മാറ്റം സംഭവിക്കുന്നതാണ്. മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാ? നമ്മളിലൂടെ തന്നെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. നമ്മളുടെ നേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ ഉത്തേജിപ്പിക്കാനാണ് പലപ്പോഴും വാസ്തു സഹായമാവുന്നത്. മനുഷ്യനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഓപ്പൺ ആവണ്ടേ? നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്പേസിലിരിക്കണം. അതാണ് വാസ്തു വാഗ്ദാനം ചെയ്യുന്നത്. നല്ലൊരു സ്പേസ്, നിങ്ങളുടെ എല്ലാ ഫാക്കൽറ്റീസിനെയും കൃത്യമായി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വാസ്തു ചെയ്യുന്നത്. വാസ്തു പ്രകാരം വീട് വെച്ച് നാളെ 10 കോടി രൂപ നിങ്ങളെ തേടിയെത്തും എന്ന് വിചാരിക്കുന്നതിനകത്ത് മണ്ടത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നാളെ ഇപ്പൊ ചില കാര്യങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് വീട്ടിലെ വാസ്തു കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. ചിലരൊക്കെ ഉണ്ട്, ചിലർ എന്താ പറയാ, ഒരുപാട് ഞാൻ ഇത്രയും ചെയ്തു, അതെല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇനി വാസ്തു ദോഷമാണെന്നാണ് എല്ലാം പറയുന്നത്. ആ വാസ്തു ദോഷം കൂടെ ഒന്ന് പ്രിവെന്റ് ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ സാറ് വന്നൊന്ന് കറക്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാനത് ശരിയാവും. ഞാൻ പറയാം, അങ്ങനെ ഗ്യാരണ്ടി ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. വാസ്തു എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ 2 രീതിയിലാണ് വാസ്തു നോക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വാസ്തുവിനോടുള്ള ഭയം കൊണ്ട് നോക്കും. 2, നിങ്ങൾക്ക് ഉന്നതി വരണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വാസ്തു നോക്കും. ഇത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വിഷയം. നിങ്ങൾക്ക് ഭയമോടുകൂടി നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വാസ്തുവാണ് കാരണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വാസ്തു കൺസൾട്ടൻസിനെ കയറ്റി ഇറക്കി ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് എടുത്ത് എൻ്റെ വീടിൻ്റെ എല്ലാ വശങ്ങളെയും ഞാൻ പഠിച്ച്, എനിക്കറിയാം ചില ആളുകളൊക്കെ 15 വാസ്തു കൺസൾട്ടൻസിനെ കൊണ്ട് നോക്കിപ്പിച്ച് 16ാമത്തെ ആളായിട്ട് അവിടെ പോകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും. അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കഴിയുന്ന കൺസൾട്ടിങ് ഞങ്ങൾ ഒഴിവാക്കാനൊക്കെയാണ് പലപ്പോഴും നോക്കുന്നത്. കാര്യം ഈ 15 പേര് പറഞ്ഞിട്ടും ഇയാൾ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് 16ാമത്തെ ഒരാളിനെ കൂടെ വരുത്തി ഇനി അത് 17ാമത്തെ അടുത്ത ആളെ ചെല്ലും. അപ്പൊ ഇതൊക്കെ ഒരുതരം മാനസിക പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വാസ്തുവിനെ അതുകൊണ്ട് അടിസ്ഥാനപരമായ വാസ്തു നിയമങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ അതിന് ഈ ഭയം ഒന്ന് മാറണം. അപ്പൊ ഞാൻ പലപ്പോഴും എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്, ഒരുപാട് കോഴ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാനല്ല ഈ ഭയം മാറ്റുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഭയം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരും, ഇതിനെ ലഘൂകരിക്കുന്നല്ല. ദേവി ഇത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ഭയം മാറ്റുക എന്ന് പറയുമ്പോൾ പലരും പറയും, സാറ് വാസ്തുവിനെ ലഘൂകരിച്ച് സംസാരിക്കുന്നു, സാർ എന്തിനാണ് വളരെ ലൈറ്റായിട്ട് ഇതിനെ എടുക്കുന്നത്? ഇത് അർഹിക്കുന്ന ഒരു കൺസിഡറേഷൻ കൊടുത്താൽ മതി. ലൈറ്റ് എന്നോ സ്ട്രോങ് എന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ അങ്ങ് മാറിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾ 50 വർഷമായി ജീവിക്കുന്ന ഒരു സ്പേസിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വീട് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം, ഞാനിടാ 50 വർഷം ഇവിടെ താമസിച്ചല്ലേടാ, നീ പെട്ടെന്നൊന്ന് വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് എന്ത് കേൾക്കണം എന്നുള്ളതാണ് പലപ്പോഴും. ഈ വാസയോഗ്യത എന്ന് പറഞ്ഞ് പലരും പറയുന്നതിൽ പല ഭയത്തിന്റെ എലിമെന്റ്സ് ഉണ്ടാവുന്നു. ശരിക്കും ആക്ച്വലി അവിടെ അവർ തെറ്റ് പറയുന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത്തരം കണ്ടീഷൻസ് ഉണ്ടാവാം. അത്തരം കണ്ടീഷൻസ് ഉണ്ടായി എന്ന് വെച്ച് അത് ഇയാൾക്ക് വന്നുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇയാളുടെ മറ്റു കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ളതും ഉപാസനപരമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ
അയാളുടെ ആ, കർമ്മവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാസ്തുവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അതെല്ലാം മാറ്റി പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്യാരണ്ടി എന്ന് പറയുന്നത്, വാസ്തു കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു ബെറ്റർ മൈൻഡ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ സിറ്റുവേഷൻ വേർ ഒരു മൈൻഡ് ക്യാൻ ഡു മാജിക്. വാസ്തു അല്ല മാജിക് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് തന്നെയാണ് ആ മാജിക് ചെയ്യിപ്പിക്കുക. ഇതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്.